നമസ്കാരം. യൂറോപ്പ് മലയാളി ജേണലിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. പ്രവാസി മലയാളികൾ എത്ര തന്നെ നേടിയാലും സ്വന്തം നാടിനെയും നാട്ടുകാരെയും വിട്ട് വിദേശത്ത് കഴിയേണ്ടി വരുന്നതിൻ്റെ വിഷമം എന്നും നിലനിൽക്കുന്നു. അതിൽ നിന്നും ഉടലെടുത്തതാണ് സ്വന്തം നാട്ടുകാരുടെ കൂട്ടായ്മകൾ. ഇന്ന് യൂറോപ്പ് മലയാളി ജേണലിൽ പങ്കെടുക്കുന്നത് ഇടുക്കി ജില്ലയിലെ കുടുംബങ്ങളാണ്. ഏവർക്കും സ്വാഗതം. ഇടുക്കിയിലെ ഈ കുടുംബ സംഗമ മേളയിൽ വന്നപ്പോൾ ഒരു സന്തോഷം തോന്നിയത് ഇടുക്കിയുടെ സ്വന്തം MP അഡ്വക്കേറ്റ് ജോയ്സി ജോർജ് അദ്ദേഹം കുടുംബമായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തോട് തന്നെ നമുക്ക് ആദ്യം ചോദിക്കാം, ഇടുക്കിയിൽ നിന്ന് UK വന്നിട്ട് ഇടുക്കിയിലെ ഈ കുടുംബങ്ങളെ കണ്ടപ്പോൾ താങ്കൾക്ക് എന്താ തോന്നിയത്? ഇടുക്കി ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ജനിക്കുകയും പ്രവാസികളായി UK UK നല്ല നിലയിൽ ജീവിക്കുകയും ചെയ്യുന്ന ആളുകൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട് അവരുടെ ഒരു സന്തോഷം പങ്കിടുന്ന വേളയാണിത്. അതോടൊപ്പം തന്നെ ഇടുക്കി ജില്ല എന്നൊരു വികാരത്തിനപ്പുറത്ത് മലയാളികൾ എന്ന നിലയിൽ അവരുടെ സംസ്കാരത്തെയും ജീവിത രീതിയെയും ഒക്കെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് മനസ്സിലേക്ക് ഉറപ്പിക്കുക മാത്രമല്ല അടുത്ത തലമുറയ്ക്ക് പകർന്നു കൊടുക്കാനും കൂടിയുള്ള ശ്രമമാണ് ഇവിടെ കണ്ടത്. അതിനകത്ത് കലാപരമായ കഴിവുകൾ മാത്രമല്ല, മൂല്യബോധവും അതോടൊപ്പം തന്നെ സംസ്കാരവും ജീവിതത്തിൽ പുലർത്തിയിരുന്ന ശീലങ്ങളുമൊക്കെ, പ്രത്യേകിച്ച് ഭക്ഷണശീലം ഉൾപ്പെടെയുള്ളവയൊക്കെ ഒന്നുകൂടി അവരെ എല്ലാവരും ഓർത്തെടുക്കുക മാത്രമല്ല അത് വീണ്ടും വീണ്ടും മറ്റ് തലമുറകളിലേക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. പല രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾ ഇടുക്കി ജില്ലയിലുണ്ട്. അതുപോലെ തന്നെ മലയാളികളായി ഇവിടെ UK എത്തിയിട്ടുള്ള ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകളെ അവരുടെ ആവശ്യ സമയത്ത് സഹായിക്കുന്നതിനുള്ള വലിയ മനസ്സും ഇവർ കാണിക്കുന്നുണ്ട്. പല ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ തിരക്കിൻ്റെ ഇടയിലാണ് മറ്റുള്ളവർക്ക് വേണ്ടി സമയം മാറ്റിവെക്കുന്നത്. അതോടൊപ്പം തന്നെ സമ്പത്താണെങ്കിലും പങ്കുവെക്കുമ്പോൾ എല്ലാം ഉണ്ടായതിന് ശേഷമല്ല, അവരുടെ ഇല്ലായ്മകളിൽ നിന്ന് പോലും മിച്ചം വെക്കുന്ന പണമാണ് ഈ മറ്റു തരത്തിലുള്ള ചാരിറ്റി പ്രവർത്തനങ്ങൾക്കായിട്ട് മാറ്റിവെച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് ഇടുക്കിയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒട്ടനവധി ആളുകൾ, അത് രോഗപീഠകൾ അനുഭവിക്കുന്നവരുണ്ട്, മറ്റ് പല രീതിയിലും ജീവിതത്തിൽ പല ഘട്ടങ്ങളിൽ പ്രതിസന്ധിയെ നേരിട്ടിട്ടുള്ളവരുണ്ട്. അതോടൊപ്പം തന്നെ ഇടുക്കിയിൽ നിന്ന് ഇവിടെ എത്തുകയും വളരെ പ്രത്യേകമായൊരു സാഹചര്യത്തിൽ മരിക്കുകയും ചെയ്തിട്ട് വലിയ സഹായം ആവശ്യമുള്ള ഒരു സമയം വന്നപ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ച് നിന്നുകൊണ്ടാണ് അവരെ സഹായിച്ചതും അവരുടെ മരിച്ചുപോയ പെൺകുട്ടിയുടെ ഡെഡ് ബോഡി നാട്ടിലെത്തിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളത്. അങ്ങനെ നോക്കുമ്പോൾ പ്രവാസികളായ ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ മാതൃകാപരമായ പ്രവർത്തനമാണ് ഇടുക്കി അസോസിയേഷൻ്റേതായി നടക്കുന്നത്. സാധാരണ ഇവിടെ വിദേശത്ത് വരുന്ന മലയാളികൾക്ക് ഈ മലയാളി അസോസിയേഷനുകൾ ധാരാളമുണ്ട്. എന്താണ് അതിൽ നിന്നൊരു വ്യത്യസ്തമായിട്ട് താങ്കൾക്ക് തോന്നുന്നത്? ഇവിടെ അസോസിയേഷൻ എന്ന് പറയുമ്പോൾ ഓരോ ഗ്രാമ ബേസിലാണ് ഇവിടെ അസോസിയേഷൻ കൂടി വന്നിരിക്കുന്നത്. ഞങ്ങൾ നോക്കുമ്പോൾ ഇടുക്കി ജില്ല ഒരു ജില്ലയുടെ ഫുൾ ആൾക്കാരെ പങ്കെടുപ്പിക്കുക. ഈ അസോസിയേഷൻ എന്ന് പറയുമ്പോൾ ഒരു സ്ഥലത്ത് വരുന്നു, ഗ്രാമമൊന്നും നോക്കാറില്ല, അവിടെ ഉള്ള എല്ലാവരും കൂടെ ചേർന്ന് ഒരു അസോസിയേഷൻ ഉണ്ടാകുന്നു. അങ്ങനെയാണല്ലോ സാധാരണ ഒരു മലയാളി അസോസിയേഷൻ എന്ന് പറയുന്നത്. അതൊരു ഗ്രാമമാക്കി കഴിഞ്ഞാൽ തീർന്നു, വേറെ കാര്യമായി പോകും. അതുകൊണ്ട് മലയാളി അസോസിയേഷനുകൾ ധാരാളമുണ്ട് നമ്മൾ UK. അതിൽ നിന്നും എന്താണ് നമുക്കിതിൽ വ്യത്യസ്തമായിട്ട് താങ്കൾക്ക് ഫീൽ ചെയ്യുന്നത്? നമ്മുടെ ചാരിറ്റി പ്രവർത്തനങ്ങളും അതുപോലെ ആൾക്കാരെ പങ്കെടുക്കാനായിട്ട് വളരെ നമ്മളിന്ന് സംസാരിച്ച് കഴിയുമ്പോൾ നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് പേര് നമുക്ക് വേണ്ടിയിട്ട് അത് ഇറങ്ങിത്തിരിക്കാൻ ഒരുപാട് പേരുണ്ട്. അത് ഒരു പക്ഷേ നമ്മുടെ രാജ്യസ്നേഹം പോലെ നമ്മുടെ നാടിനോടുള്ളൊരു സ്നേഹമാണ്. ഇടുക്കിയോട് പ്രത്യേക സ്നേഹം. അത് ചാരിറ്റി പ്രവർത്തനം നമ്മുടെ ഇവിടെ ഈ വർഷം തന്നെ ഒരു പെട്ടെന്നൊരു ഇതിൽ ഒരാൾ മരിച്ചായിരുന്നു ഇവിടെ, ഒരാൾ. അപ്പം മരിച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ 2 ദിവസം കൊണ്ട് നമുക്ക് 5000 പൗണ്ട്, അത് ഒരു ഫോൺ പോലും വിളിക്കാതെ ജസ്റ്റ് ഒരു മെസ്സേജിൻ്റെ പുറത്ത് നമുക്ക് 5000 രൂപ കളക്ഷൻ ചെയ്ത് നമുക്ക് കൊടുക്കാൻ പറ്റി. സാധാരണ പറയുമല്ലോ മലയാളികൾ കേരളത്തിലായിരിക്കുമ്പോൾ വേറൊരു സ്വഭാവവും കേരളത്തിന് പുറത്ത് പോകുമ്പോൾ വേറൊരു സ്വഭാവം എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അങ്ങനെ വല്ലതും ഫീൽ ചെയ്തു? ഇല്ല, അങ്ങനെയില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെനിക്ക് തോന്നുന്നത് അത് പറഞ്ഞ് ഇങ്ങനെ പഴകിപ്പോയ ഒരു ക്ലീശയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ മലയാളിയുടെ ഒരു അധ്വാനശീലത്തെയൊക്കെ സംബന്ധിച്ചിട്ടാണ് ഇത് പലപ്പോഴും പറയുക. തീർച്ചയായിട്ടും. പക്ഷെ ഞാനീ പറയുന്നത് അടിസ്ഥാനപരമായ ഒരു മനോഭാവമാണ്. അത് നാട്ടിലാണെങ്കിലും വിദേശത്താണെങ്കിലും ഒക്കെ. പ്രത്യേകിച്ച് ഇവിടെ വരുമ്പോൾ ജോലി ചെയ്യുക, അതിനൊപ്പം തന്നെ വിദേശത്ത് പോകുന്ന പ്രവാസി മലയാളികളെ സംബന്ധിച്ചിടത്തോളം പണം ഉണ്ടാക്കുക, നല്ലൊരു ജീവിതം ഉണ്ടാക്കുക. അങ്ങനെ ജീവിച്ച് പോകുമ്പോൾ തന്നെ ഞാനത് ഇടുക്കിയെക്കുറിച്ച് മാത്രമല്ല, എനിക്ക് വലിയ സന്തോഷമുണ്ട്. ഇടുക്കിക്കാരായിട്ടുള്ള എൻ്റെ സുഹൃത്തുക്കളൊക്കെ നല്ല രീതിയിൽ സാമൂഹ്യ ബോധമുള്ളവരും സഹജീവിയോട് സഹാനുഭൂതിയുള്ളവരാണ്. അത് നമ്മുടെ ഇടുക്കിക്കാരുടെ മാത്രം ഒരു ഗുണമാണെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം മറ്റൊട്ടനവധി അസോസിയേഷനുകളുണ്ട്. പക്ഷേ ഈ കാര്യത്തിൽ ഇടുക്കിക്കാർ വളരെ മുന്നിലാണ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഇടുക്കിക്ക് വേണമെങ്കിൽ അവിടെ കുറച്ച് കൂടുതലായി ഒരു എഡ്ജ്. തീർച്ചയായിട്ടും താങ്കൾ ഇടുക്കിയുടെ MP എന്നുള്ള നിലയിൽ അത് പറഞ്ഞേ പറ്റൂ, അല്ലേ? ഏതായാലും ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ഞാൻ പുതിയ കൺവീനറായിട്ട് ചാർജ് എടുത്തിരിക്കുകയാണ് ഇന്ന്. ഓക്കെ. നമ്മുടെ ഇടുക്കിയെ പറ്റി പറയുമ്പോൾ പിറന്ന നാടും വളർന്ന സംസ്കാരവും പിന്നിട്ട ഓർമ്മകളും നമ്മുടെ ഇടുക്കിയിൽ നിന്ന് വന്നിരിക്കുന്ന ഞങ്ങൾ
ഞങ്ങളുടെ മക്കൾക്ക് പകർന്നു കൊടുത്തുകൊണ്ട് ഞങ്ങളിങ്ങനെ ഒരു കൂട്ടായ്മ, അതാണ് മറ്റുള്ള അസോസിയേഷനിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ഇടുക്കി. അല്ല, ഇടുക്കി തന്നെ വേറിട്ട് നിൽക്കുന്നതാണ്. ഇടുക്കി വലിയ മിടുക്കിയാണെന്ന് കേട്ടിട്ടുണ്ട് അല്ലേ? അങ്ങനെ പറയാറുണ്ടല്ലോ. അല്ല, ഇടുക്കി വേറിട്ട് നിൽക്കാൻ അല്ല, ഇടുക്കി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഏറ്റവും സൗന്ദര്യമുള്ള സുന്ദരിയായ ഒരു യുവതിയായിട്ടാണ് നമ്മൾ അറിയപ്പെടുന്നത് അല്ലേ? അപ്പോൾ ഇടുക്കി വ്യത്യസ്തമാണ്. എന്തുകൊണ്ടും ഇടുക്കി മറ്റുള്ള ജില്ലകളിൽ നിന്ന് വ്യത്യസ്തമായിട്ടിരിക്കുന്ന മലയോര പ്രദേശമാണ്. കഷ്ടപ്പാടും ദുരിതവും അനുഭവിച്ച് വന്നിട്ടുള്ള ആൾക്കാരാണ് ഇവിടെ വന്നിരിക്കുന്ന അധികം പേരും. അപ്പം ആ ജീവിതത്തിൽ വന്നിട്ടുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും എല്ലാം മറ്റുള്ളവർ മക്കൾക്ക് പകർന്നു കൊടുത്തുകൊണ്ട് നമ്മുടെ ഒരു കൾച്ചർ തന്നെ ഇവിടെ മാറിയിരിക്കുന്ന, നമ്മൾ വളർന്ന സംസ്കാരമല്ല ഇവിടുത്തെ സംസ്കാരം. അപ്പം അത് പിള്ളേർക്ക് പകർന്നു കൊടുത്ത് മറ്റുള്ള അസോസിയേഷനിൽ നിന്ന് മാറി നമ്മൾ നല്ലൊരു പ്രവർത്തനം, നമ്മുടെ അനുഭവങ്ങൾ പങ്കുവെച്ച് പരസ്പരം സഹകരിച്ച് മുന്നോട്ട് പോകാൻ, അതാണ് ചാരിറ്റിക്ക് മെയിനായിട്ട് നമ്മൾ മുൻതൂക്കം കൊടുക്കുന്നത്. ഓക്കെ. അപ്പോൾ സാർ, ഞാൻ കഴിഞ്ഞ ആഴ്ച ഇടുക്കിയിൽ പോയിരുന്നു, മൂന്നാറിൽ പോയിരുന്നു, തേക്കടിയിൽ പോയിരുന്നു. അവിടെയൊന്നും ദാരിദ്ര്യമൊന്നും കണ്ടില്ല. എല്ലാം നല്ല ഫ്ലറിഷ് ആയിരിക്കുന്നു. ടൂറിസം ശരിക്കും ഡെവലപ്ഡ് ആയിട്ടുണ്ടെന്ന് തോന്നി അവിടെ. ഇടുക്കി ഒത്തിരി പഴയത് വെച്ച് നോക്കുമ്പോൾ ഒത്തിരി പുരോഗമിച്ചു. ഇടുക്കിയിൽ നിന്ന് ആയിരക്കണക്കിന് ആളുകൾ പുറത്ത് ജോലി ചെയ്യുന്നു. UK തന്നെ ഇടുക്കി ജില്ലയിൽ നിന്ന് ഏകദേശം 2000-ൽ മുകളിൽ ആളുകൾ UK, ഇംഗ്ലണ്ടിലും വെയിൽസിലുമായിട്ടുണ്ട്. അപ്പം എല്ലാവരും കൂടെ സംഘടിപ്പിച്ചു കഴിഞ്ഞാൽ ഭാവിയിൽ നമ്മൾ കൂടുതൽ ആൾക്കാരെ സംഘടിപ്പിച്ച് മുന്നോട്ട് പോകുവാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന സംഗമം. അപ്പം ഈ വർഷം കഴിഞ്ഞ വർഷത്തെക്കാളും ആൾക്കാർ പാർട്ടിസിപ്പേഷൻ ഉണ്ടായിരുന്നു, കൂടുതൽ ആൾക്കാർ പങ്കെടുത്തു. നമ്മുടെ ബഹുമാനപ്പെട്ട MP വന്നു എന്ന് പറയുന്നത് തന്നെ വലിയ അഭിമാനമുള്ള കാര്യമാണ്. നാട്ടിൽ നിന്ന് നിങ്ങൾ MP കുടുംബമായിട്ട് വന്ന് നിങ്ങൾ കുടുംബമേളയിൽ ചേർന്നു വന്നു എന്ന് പറയുമ്പോൾ, ഇടുക്കിയിൽ നിന്ന് ഇവിടെ വന്നിട്ടും ധനസഹായം അല്ലെങ്കിൽ മറ്റുള്ളവരെ സഹായിക്കാനുള്ള ഒരു മനസ്കത ഇടുക്കിക്കാർക്കുണ്ടെന്നുള്ളത് കാണുകയും പ്രവർത്തിക്കുന്ന ഓരോ വർഷവും നമ്മൾ കൊടുക്കുന്ന ചാരിറ്റി പ്രവർത്തനങ്ങൾ MP എല്ലാം നേരിട്ട് മനസ്സിലാക്കുന്നു. ഓക്കെ. വീണ്ടും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. താങ്കൾക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്. കുറച്ചുകൂടെ ഒരു പടി കൂടെ മുന്നോട്ട് നല്ല ഭംഗിയായിട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നു. എല്ലാവരുടെയും എൻ്റെ ഒരു പ്രവർത്തനം കൊണ്ടല്ല, നമ്മുടെ കമ്മിറ്റിക്കാരെല്ലാവരും ആക്റ്റീവാണ്. 15-18 അംഗ കമ്മിറ്റിയാണ് ഞങ്ങൾക്കുള്ളത്. പ്രോപ്പർ ഇടുക്കിയിൽ ജനിച്ചു വളർന്ന, കുടിയേറ്റത്തിൻ്റെ സുഖദുഃഖങ്ങളൊക്കെ അറിഞ്ഞിട്ടുള്ള ഒരു കുടുംബത്തിൽ നിന്ന് വന്ന് ഇവിടെ എത്തിച്ചേർന്ന ഒരാളാണ്. ഇപ്പോൾ വെയിൽസിലാണ് താമസം. ഞാൻ 2014 കൺവീനറായിരുന്നു. അപ്പോൾ അന്നത്തെ ഇടുക്കി ജില്ലാ സംഗമത്തിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ തന്നെ, ഇടുക്കി ജില്ല എന്ന് പറഞ്ഞ വലിയ വൈഡായ ഒരു ജില്ലയാണ് കേരളത്തിൻ്റെ. ആ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, വിവിധ ഭാഷാ വർണ്ണ വിവേചനങ്ങളിലും എല്ലാവിധ പ്രശ്നങ്ങളിൽ നിന്നും അതിജീവിച്ച് UK വിവിധ ഭാഗങ്ങളിൽ എത്തിച്ചേർന്ന ഇടുക്കി ജില്ലക്കാർ എല്ലാവരും കൂടെ ഒരുമിച്ച് ഒത്തുകൂടാനുള്ള ഒരു അവസരമാണ് ഇടുക്കി ജില്ലാ സംഗമം കൊണ്ട് ഉദ്ദേശിച്ചത്. അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ ആൾക്കാരെല്ലാം വർഷത്തിൽ ഒന്ന് ഒത്തുചേരുമ്പോൾ, തൊടുപുഴക്കാരുണ്ട്, മൂന്നാറുകാരുണ്ട്, കുമളിക്കാരുണ്ട്, തേക്കടിക്കാരുണ്ട്. പക്ഷെ അവർക്കെല്ലാവരും കൂടെ ഒത്തുചേരാനുള്ള ഒരു വേദി ഉണ്ടാകുന്നത് ഇങ്ങനെ ഒരു സംഗമത്തിലൂടെയാണ്. അല്ല, ഇവിടെ ഈ സംഗമത്തിൽ കൂടുമ്പോൾ നമ്മൾ നാട്ടിൽ മുമ്പ് കണ്ട ആൾക്കാർ ധാരാളം ഉണ്ടോ, അതോ പുതിയതായിട്ട് ഇടുക്കിയിൽ നിന്ന് അറിഞ്ഞ് പരിചയപ്പെടുന്നതാണോ? മുമ്പ് കണ്ട നമ്മുടെ പ്രദേശത്തു നിന്നുള്ള ഇടുക്കി ജില്ലക്കാർ വളരെ കുറവാണ്. പക്ഷേ അതേസമയം മറ്റു പല ഭാഗത്ത് ഞാൻ ജനിച്ച വളർന്ന മേഖലയിലുള്ള ആൾക്കാർ വളരെ കുറവും. അതേസമയം മറ്റു മേഖലയിലുള്ള പലരെയും ഇടുക്കി ജില്ലക്കാരെ ഇവിടെ വെച്ച് കാണാനും പരിചയപ്പെടാനും, അങ്ങനെ ഒരു സ്നേഹ സൗഹൃദം നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും, ആ ഒരു സൗഹൃദം നമുക്ക് ഈ സംഗമം വഴി നാളുകളിൽ UK വിവിധ ഭാഗങ്ങളിൽ താമസിക്കുന്ന, ഇപ്പോൾ തന്നെ നമ്മൾ ആദ്യം വന്ന ഒരു തലമുറയുടെ ആൾക്കാരുടെ കുട്ടികളൊക്കെ ഇപ്പം കോളേജ്, യൂണിവേഴ്സിറ്റി തലങ്ങളിലേക്കൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വെയിൽസിലുള്ള എൻ്റെ മോൾക്ക് ഇപ്പോൾ ഇംഗ്ലണ്ടിലൊരു അഡ്മിഷൻ കിട്ടിയാൽ, അപ്പോൾ എനിക്ക് ഇംഗ്ലണ്ടുമായിട്ട് പെട്ടെന്നൊരു ബന്ധമില്ലാത്തപ്പോൾ ഞാൻ ആദ്യം ആലോചിക്കുന്ന, ആരെങ്കിലും ഇടുക്കിക്കാരൻ ഇംഗ്ലണ്ടിലുണ്ടെങ്കിൽ ഞാൻ ആദ്യം അന്വേഷിക്കുകയും ആ ഒരാളെ ബന്ധപ്പെട്ട് നമുക്ക് നമ്മുടെ ആ ബന്ധം ഉപകാരപ്രദമാക്കാനും ഈ ഒരു കൂട്ടായ്മ. അതുപോലെ തന്നെ ഇപ്പം ഇംഗ്ലണ്ടിലുള്ള ഒരാൾക്ക് വെയിൽസ് യൂണിവേഴ്സിറ്റിയിൽ ആ ഒരു അഡ്മിഷൻ കിട്ടിയെങ്കിലും ഇംഗ്ലണ്ടുകാരൻ ആദ്യം അന്വേഷിക്കുക, എനിക്കൊരു എത്തും പിടിയില്ല വെയിൽസിനെ കുറിച്ച്. അപ്പോൾ ഞാൻ ആരെ ഒന്ന് കോൺടാക്ട് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇത്തരം കൂട്ടായ്മ UK മൊത്തം നമുക്ക് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കിയെടുക്കാനും നാളുകളിൽ നമ്മുടെ കുടുംബത്തിനും കുട്ടികൾക്കും അതൊരു ഗുണകരമായ ഒരു വേദിയിലേക്ക് മാറാൻ സാധിക്കുന്നുണ്ട്. ഏഷ്യാനെറ്റിൽ
ഉൾപ്പെടെയുള്ള പ്രമുഖ മലയാളം ചാനലുകൾ ആദ്യമായി യൂറോപ്പിലെത്തിച്ച് യൂറോപ്പിലെ ഏറ്റവും അധികം പ്രേക്ഷകരുള്ള പ്രാദേശിക TV ചാനൽ ആനന്ദ് TV. 14 വർഷത്തെ സേവന പാരമ്പര്യവുമായി യൂറോപ്പിലെ അംഗീകൃത മലയാളം ചാനൽ ഡിസ്ട്രിബ്യൂട്ടർ ആനന്ദ് മീഡിയ. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് TV, ഇറ്റ്സ് യുവർ കംപ്ലീറ്റ് എന്റർടൈൻമെന്റ് പാർട്ട്ണർ. പ്രവാസി സമൂഹവുമായി ബന്ധപ്പെടുന്ന വാർത്തകൾ ANNGlobalNews@gmail.com, ആനന്ദ് ന്യൂസ് ഡെസ്ക് @gmail.com എന്നീ വിലാസങ്ങളിലൂടെ ഞങ്ങളുമായി പങ്കുവയ്ക്കാം. യൂറോപ്പിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുന്നതിന് 02085866511 എന്ന നമ്പറിലും ബന്ധപ്പെടാവുന്നതാണ്. ഇടുക്കി ജില്ലക്കാരായി പ്രവാസികളായി UK വന്നിരിക്കുന്ന എല്ലാവരെയും ഒരു കുടക്കീഴിൽ അണിനിരത്തുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ധർമ്മം. അതിലുപരി നമ്മൾ ഓരോ വർഷങ്ങളിൽ സംഗമം നടത്തുന്നുണ്ട്. അന്നേരം ഒരു കൂട്ടായ്മ, എല്ലാവരെയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ട് സംസാരിക്കുവാനും പരിചയം പുതുക്കുവാനും ഉള്ളൊരു വേദിയായിട്ടാണ് നമ്മൾ എല്ലാ വർഷവും സംഗമം നടത്തുന്നത്. അതുപോലെ തന്നെ പിന്നെ ചാരിറ്റി പ്രവർത്തനങ്ങൾ നമ്മൾ ആരംഭിച്ചു. അതിനുശേഷം നമ്മളിപ്പോൾ 16 ലക്ഷത്തോളം രൂപ ഈ 5 വർഷം കൊണ്ട് നമുക്ക് നാട്ടിലും ഇവിടെയായി നമുക്ക് കൊടുക്കാൻ സാധിച്ചു. അങ്ങനെ ഒരുപാട് ആൾക്കാരോട് ബന്ധപ്പെടാൻ പറ്റി. കാരണം നമ്മൾ ഇടുക്കിയിലൊക്കെ കാണാത്ത ആൾക്കാരും കണ്ടവരെയൊക്കെ നമുക്ക് അടുത്ത് കാണുവാനും ഈ എല്ലാ വർഷങ്ങളിലും അല്ലെ തന്നെ നമ്മൾ ഫ്രണ്ട്ഷിപ്പായിട്ട് കുടുംബങ്ങളിൽ പോകുവാനും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുവാനും ഒരു അവസരം കിട്ടി. ഞാൻ 2005-2016 വർഷത്തെ കൺവീനറായിരുന്നു. ഓരോ വർഷവും എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ 2012 ഈ ഇടുക്കി ജില്ലാ സംഗമം എന്ന കൂട്ടായ്മ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഓരോ വർഷം ചെല്ലുന്തോറും ഇത് അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കാരണം മെയിനായിട്ടും ഇതിൻ്റെ ചാരിറ്റി പ്രവർത്തനങ്ങൾ ഒരു സൈഡിൽ കൂടെ നടക്കുന്നു. നമ്മുടെ ചാരിറ്റി പ്രവർത്തനങ്ങൾ കൂടുതൽ ജനശ്രദ്ധ ആകർഷിക്കാൻ സാധിച്ചു. അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് ഓരോ വർഷം കഴിയും തോറും നമ്മുടെ ചാരിറ്റി കളക്ഷൻ ഒന്നിനൊന്നിന് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം റോയി മുൻപ് പറഞ്ഞ പോലെ കഴിഞ്ഞതിന് മുമ്പിലത്തെ വർഷം ഒരു എമൗണ്ട് കിട്ടി, അതിൽ കൂടുതൽ കിട്ടി. ഈ വർഷം നല്ലൊരു എമൗണ്ട് നമുക്ക് കിട്ടി. കാരണം ഇവിടെയുള്ള UK ഇടുക്കി ജില്ലക്കാരെ എല്ലാവരെയും കൂടെ ഒന്നിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കൂട്ടായ്മയായിട്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. ആദ്യം നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ പല അസോസിയേഷൻ്റെ പ്രോബ്ലംസും എന്ന് പറഞ്ഞ പോലെ ഇതിൻ്റെ അകത്ത് എങ്ങനെയാണ് തമ്മിലടി ബഹളം അങ്ങനത്തെ ഇതൊക്കെയാണോ എന്നുള്ളൊരു സംശയത്തുള്ള ആളുകൾ ഒത്തിരി മാറി നിന്നിട്ടുണ്ട്. പക്ഷേ ഈ കഴിഞ്ഞ 2-3 വർഷങ്ങളായിട്ട് കൂടുതൽ ആളുകൾ ഇതിൻ്റെ പ്രവർത്തനങ്ങളും ഇതെല്ലാം കണ്ട് കൂടുതൽ അടുത്തുകൊണ്ടിരിക്കുന്നു. ഞാൻ 2010 വന്നതാണ്. 2010 വന്നപ്പോഴത്തേക്ക് ഇടുക്കിക്കാരെ ആരെയും കാണാൻ പറ്റിയോ? വന്നപ്പോൾ അങ്ങനെ കണ്ടൊന്നുമില്ല. കഴിഞ്ഞ വർഷം ഈ സംഗമത്തിൽ പങ്കെടുക്കാൻ പറ്റി, പിന്നെ ഈ വർഷവും. ഈ 2014 ഇങ്ങനെ പെട്ടെന്നൊന്ന് കേട്ടല്ലോ, ഇടുക്കി സംഗമം എവിടെയോ നടക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ എന്താണ് ഫീൽ ചെയ്തത്? ഇപ്പോഴത്തെ കൺവീനർ റോയി എൻ്റെ സ്ഥലത്തു നിന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ കുടുംബത്തെയൊക്കെ അറിയാം, അങ്ങനെ പരിചയപ്പെട്ടതാണ്. അപ്പോൾ ഞാനിവിടെ ഉണ്ട് എന്ന് പറഞ്ഞു, അങ്ങനെ പരിചയപ്പെട്ടു, വിളിച്ചു, അങ്ങനെ ഞങ്ങൾ വന്നു. നമ്മളെ നാട്ടുകാരെ എല്ലാം ഒന്ന് കാണാമെന്നുള്ള സന്തോഷത്തിൽ വന്നു. അത് തന്നെ. വന്നപ്പോൾ എന്താ ഡിസപ്പോയിൻറ്റഡ് ആയിട്ടില്ലല്ലോ അല്ലേ? ഇവിടെ വന്നപ്പോൾ എല്ലാവരെയും ഒരിക്കലുമില്ല. കാരണം ഭയങ്കര സന്തോഷം തോന്നി. കാരണം ഇടുക്കിക്കാരെ കാണുക, ഇടുക്കി ജില്ലയിലുള്ള ആൾക്കാരെ കാണുക എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ. ഇവിടെ ഇംഗ്ലണ്ടിൽ, കാരണം ഞാനിവിടെ ഇംഗ്ലണ്ടിൽ ഞാൻ താമസിക്കുന്നിടത്ത്, എൻ്റെ കോൺവെൻ്റ് ഉള്ളിടത്ത് ഒത്തിരി മലയാളികളൊന്നുമില്ല, എല്ലാവരും ഇംഗ്ലീഷുകാരാണ്. അപ്പം ഇങ്ങനെ ഒരു സംഗമത്തിൽ വരിക, കാണുക, പിന്നെ അവർക്കും ഒരു സന്തോഷം. കാരണം അവരിൽ പലരും കേട്ടിട്ടുണ്ടാവത്തില്ല ഇവിടെ സിസ്റ്റേഴ്സ് ഇങ്ങനെ ഉണ്ട് എന്നുള്ള കാര്യം. അപ്പോൾ അവരിൽ പലരും ആദ്യമായിട്ടായിരിക്കും ഒരു സിസ്റ്ററിനെ കാണുന്നത്. നമ്മളും കേൾക്കാറുള്ള ഇറ്റലിയിൽ പോകുമ്പോൾ സിസ്റ്റേഴ്സിനെ കാണാറുണ്ട്. ഇറ്റലിയിൽ ഇഷ്ടംപോലെ സിസ്റ്റേഴ്സ് ഉണ്ട്. ഇംഗ്ലണ്ടില് പക്ഷേ വളരെ വിരളമായിട്ടാണ് ചുരുക്കമായിട്ട് കാണുന്നത്. ഇടുക്കിയിലെ ജനങ്ങളെന്ന് പറഞ്ഞാൽ മറ്റ് ജില്ലകളെ വെച്ച് എല്ലാവരും ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുള്ളവരാണ്. അപ്പോൾ അവർക്ക് ഇല്ലായ്മ അനുഭവിച്ചാക്കി അതറിയാൻ പറ്റും. അപ്പോൾ ഈ ചാരിറ്റിക്ക് അതൊരു പ്രത്യേക താല്പര്യം എല്ലാവർക്കും ഉണ്ട്.
അതുകൊണ്ടാണ് ചാരിറ്റിയിൽ കൂടുതൽ അത് എല്ലാവർക്കും നല്ല അത് സന്തോഷത്തോടു കൂടി, അല്ലാതെ ഇപ്പം ഒരു പബ്ലിസിറ്റിയിലേക്കാൾ ഉപരി എല്ലാവർക്കും ആ ബുദ്ധിമുട്ട് അറിഞ്ഞ് സഹായിക്കാനായിട്ട്. അല്ല, ഇടുക്കിയെക്കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ എനിക്ക് തോന്നാറുള്ളത്, ഇപ്പം ഞാൻ അവിടെ ജീവിച്ചിട്ടുള്ള ആളല്ല, ഞാൻ ആദ്യമായിട്ടാണ് ഈ കഴിഞ്ഞ ആഴ്ച ഇടുക്കിയിൽ പോയെന്ന് പറഞ്ഞതുകൊണ്ടല്ലേ. അപ്പോൾ ഇടുക്കിയിൽ നിന്നാണല്ലോ ഫോർ എക്സാമ്പിൾ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു 60% പ്രൊഡ്യൂസ് ചെയ്യുന്ന അവിടെ നിന്നാണ്. പിന്നെ എന്തുകൊണ്ട് ഇത്രയും ബുദ്ധിമുട്ട് അവിടെ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഇടുക്കി ജില്ലയുടെ ഒരു പ്രത്യേകത വൈദ്യുതിയുടെ കാര്യത്തിൽ സംസ്ഥാനത്തിൻ്റെ ഒരു സമ്പദ്ഘടനയ്ക്ക് തന്നെ ഏറ്റവും പിന്തുണ നൽകുന്ന തരത്തിൽ 70-80% വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഇടുക്കി നിന്നാണ്. നമ്മുടെ ഗ്ലോബലൈസേഷന് മുമ്പ് ഒക്കെയാണെങ്കിൽ രാജ്യത്തിൻ്റെ തന്നെ സമ്പദ്ഘടനയ്ക്ക് ഏറ്റവും പിന്തുണ നൽകിയിരുന്ന ടീ പ്ലാന്റേഷൻ, എക്സ്പോർട്ട് ചെയ്യുന്ന നാണ്യവിളകൾ തേയിലയും കാപ്പിയും ഏലവും കുരുമുളകും ഏറ്റവും നന്നായി കൃഷി ചെയ്തിരുന്ന സ്ഥലം ഇടുക്കിയാണ്. ഇതൊക്കെ ആയിരിക്കുമ്പോൾ പോലും എന്തുകൊണ്ട് ഇടുക്കി ജില്ലയിലെ ജനങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിച്ചു എന്ന് ചോദിച്ചാൽ, ഇടുക്കി ജില്ലയുടെ ഇടുക്കി ജില്ലയിലെ ജനവാസത്തിൻ്റെ ഒരു പുതിയ കാലത്തിൻ്റെ ചരിത്രം 60 വർഷമുള്ളൂ. അതിനു മുമ്പുണ്ടായിരുന്നത് കുറേ പ്ലാന്റേഷൻസ് മാത്രമാണ്. അപ്പോൾ കുടിയേറ്റം ഉണ്ടാകുന്നതിനൊരു ചരിത്ര പശ്ചാത്തലമുണ്ട്. ആ ചരിത്ര പശ്ചാത്തലം നമുക്കറിയാം. 2ാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള അധിക ഭക്ഷ്യോൽപാദനത്തിൻ്റെ ഭാഗമായി ആളുകളെ കുടിയിരുത്തിയിട്ടുണ്ട്. പിന്നീട് ഈ സ്വാതന്ത്ര്യത്തിന് ശേഷം ഭാഷാടിസ്ഥാനത്തിൽ സ്റ്റേറ്റുകൾ പുനരേകീകരിക്കുന്ന സമയം വന്നപ്പോൾ ഇടുക്കി ജില്ല, ഇന്ന് നമ്മൾ കാണുന്ന ഇടുക്കി ജില്ല അന്ന് തമിഴ് ഭൂരിപക്ഷ മേഖലയാണ്. തമിഴ് ഭൂരിപക്ഷ മേഖലയാണ്. പക്ഷേ അന്ന് കേരളത്തിലാകെ വൈദ്യുതി ഉൽപ്പാദനമുള്ള ചെങ്കുളവും പന്നിയാറും 2 ജലവൈദ്യുതി പദ്ധതികളും ഈ പ്രദേശത്താണ്. അപ്പോൾ അന്നത്തെ തിരുക്കൊച്ചി, അന്നത്തെ ഗവൺമെൻറ് ഈ പ്രദേശം തമിഴ്നാടിൻ്റെ ഭാഗമായി തീരും എന്ന് ബോധ്യമുണ്ടായപ്പോഴാണ് പട്ടംതാണുപിള്ളയുടെ നേതൃത്വത്തിൽ അന്ന് ഹൈറേഞ്ച് കോളനൈസേഷൻ സ്കീം 1950 കൊണ്ടുവന്നത്. അങ്ങനെ നിർബന്ധിച്ചും പ്രോത്സാഹിപ്പിച്ചും കുടിയിരുത്തപ്പെട്ടവരാണ് ഇടുക്കിയിലെ ആളുകൾ. പക്ഷേ അതിനുശേഷം ഇപ്പോൾ നമ്മൾ 2017 എത്തി വേണ്ട 67 വർഷം കഴിഞ്ഞ് നിൽക്കുമ്പോഴും ആ കുടിയിരുത്തപ്പെട്ട ആളുകളെ കയ്യേറ്റക്കാരായി പൊതുജനത്തിൻ്റെ മുമ്പിൽ പൊതുസമൂഹത്തിൽ ചിത്രീകരിക്കുകയും അവരുടെ ഭൂമിയിലെ അവകാശം പോലും കൊടുക്കാൻ പറ്റാത്ത ആളുകൾ. ഇവിടെ ഇരിക്കുന്ന ആളുകൾ ഇവരുടെ 3 തലമുറ മുമ്പ് കുടിയേറിയിട്ടുള്ളവരാണ്. പല ആളുകളോടും ചോദിക്കൂ, ഇവരൊക്കെ UK വന്നതിന് ശേഷം ഇവിടുത്തെ സമ്പത്ത് ഉപയോഗിച്ച് നല്ല വീട് പണിതിട്ടുണ്ട്, പക്ഷേ ആ വീടിരിക്കുന്ന എത്ര പേർക്ക് സ്ഥലത്തിന് പട്ടയമുണ്ട്, അവകാശമുണ്ടെന്ന് ചോദിച്ചു? ഇല്ല. അപ്പോൾ ആ തരത്തിൽ ഉള്ള ബുദ്ധിമുട്ടുകൾ ഒരു വശത്ത്. മറുവശത്ത് വികസനത്തിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ റോഡും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളും കറണ്ട് ഉൾപ്പെടെയുള്ളത്, ഞങ്ങൾ പല ആളുകളും പഠിച്ചിട്ടുള്ളത് മണ്ണെണ്ണ വിളക്കത്തിരുന്നാണ്, അല്ലാതെ കറണ്ട് വെളിച്ചത്തിൽ അവിടെയാണ് യഥാർത്ഥത്തിൽ കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്നത്. അവിടെ കറണ്ട് ഉൽപ്പാദിപ്പിക്കുമ്പോഴും ഞങ്ങളിൽ ഇവിടെ ഇരിക്കുന്ന ആളുകളിൽ കറണ്ട് വെളിച്ചത്തിലിരുന്ന് ഞാൻ എൻ്റെ വ്യക്തിപരമായ അനുഭവം പറഞ്ഞാൽ, ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് എനിക്ക് എൻ്റെ വീട്ടിൽ കറണ്ട് കിട്ടുന്നത്. ഞാൻ ഇടുക്കിയിലെ ഏറ്റവും കൂടുതൽ വികസനമുള്ള ജില്ലാ ആസ്ഥാനത്തോട് ചേർന്ന് ഡാമിനോട് ചേർന്ന് താമസിക്കുന്നതാണ് അവിടെ പോലും. അപ്പോൾ മറ്റുള്ള സ്ഥലങ്ങളിൽ അതിനൊക്കെ ഒത്തിരി പിന്നീടായിരിക്കും. അപ്പോൾ അങ്ങനെ എല്ലാ തരത്തിലും ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടാണ് ഞങ്ങളൊക്കെ വളർന്നു വന്നിട്ടുള്ളത്. അപ്പോൾ ജീവിതത്തിൻ്റെ എല്ലാ തരത്തിലുള്ള അഡ്വൈസറി അല്ല, അത് എനിക്കിപ്പോഴും മനസ്സിലാവാത്തത്, നമ്മളെ കേരളം എന്ന് പറയുന്നത് എല്ലാ സ്ഥലത്തും MP-മാരും MLA-മാരും മന്ത്രിമാരും ഉള്ള സ്ഥലങ്ങളല്ലേ, എന്തുകൊണ്ട് അവിടെ ഇത് സംഭവിച്ചു? അതിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇടുക്കി ജില്ലയിൽ നിന്ന് ആദ്യമായി ഇടുക്കി ജില്ലക്കാരനായി ഇടുക്കി പാർലമെൻറ്റ് നിയോജകമണ്ഡലത്തിൽ താമസിക്കുന്ന ഒരു MP ഉണ്ടായത് ഞാൻ MP ആകുമ്പോഴാണ്, ജോയ്സ് ജോർജ് MP ആകുമ്പോഴാണ്. അതുകൊണ്ട് ഇടുക്കി ജില്ലയിൽ ഇടുക്കി പാർലമെൻറ്റ് നിയോജകമണ്ഡലത്തിൽ താമസിക്കുന്ന ഒരു MP-മാരും ഉണ്ടായിട്ടില്ല. മറ്റെല്ലാം പുറത്തുനിന്ന് വരുന്ന ആരെങ്കിലും, എല്ലാ ആളുകളും പുറത്ത് വരുമായിരുന്നു. ഒരു പിന്നോക്ക പ്രദേശവും ഒരു ഡിസ്പ്ലേസ്ഡ് സൊസൈറ്റി. മറ്റ് പല സ്ഥലങ്ങളിൽ നിന്ന് ഇപ്പോൾ യൂറോപ്പിലേക്ക് ഇവരൊക്കെ കുടിയേറി ഇവരുടെ ഒരു പുതിയ ഒരു ജീവിതസ്ഥിതി രൂപപ്പെടുത്തിയെടുക്കുന്നതിന് വേണ്ടി കഷ്ടപ്പെടുന്നത് പോലെ പല സ്ഥലങ്ങളിൽ നിന്ന് പറിച്ചു നടപ്പെട്ട ഒരു ജനവിഭാഗമാണ്. അങ്ങനെ ഡിസ്പ്ലേസ്ഡ് സൊസൈറ്റി എന്ന നിലയിലുള്ള അതിൻ്റേതായ പ്രതിസന്ധികൾ അവർക്കുണ്ട്. കാരണം ഒരു യൂണിഫോം കൾച്ചർ, മറ്റ് പ്രശ്നങ്ങൾ. അതോടൊപ്പം തന്നെ കുടിയേറിയ കാലം മുതൽ കുടിയേറ്റത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ള ഉദ്യോഗസ്ഥ ഭാഗത്തു നിന്നും ഭരണവർഗത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള വല്ലാത്ത ഒരു തരത്തിലുള്ള അവഗണന. അതിനൊക്കെ അപ്പുറത്ത് എല്ലാ കാലത്തും നീ കയ്യേറ്റക്കാരനാണ്, നീ അനധികൃതമായതെന്തോ കൈവശം വെച്ചിരിക്കുന്നവനാണെന്ന തലയിൽ മാറ്റി നിർത്താനുള്ള വലിയ പരിശ്രമം, വലിയ ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ട്. അതാണ് ഇവരുടെ ഞങ്ങൾ ഇടുക്കിക്കാരെല്ലാം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെന്ന് പറഞ്ഞത്. ഒരു പക്ഷേ ഇടുക്കിക്ക് പുറത്തൊരാൾക്ക് അത് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാകത്തില്ല. ഒരുപക്ഷെ ഇടുക്കിയിൽ ജനിച്ചു വളർന്ന താങ്കൾക്ക് ഒരു MP സ്ഥാനം നേടിക്കൊടുത്തതും അത്തരത്തിലുള്ള ഒരു മൂവ്മെൻറ്റ് കൂടെ നിന്നതുകൊണ്ടാകും. അല്ല, ഞാൻ MP ആകുന്നത് ഒരു MP ആകാൻ ഒന്ന് ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരു പഞ്ചായത്ത് മെമ്പർ ആകുമെന്നോ പോലും ആഗ്രഹിക്കുകയോ പ്രതീക്ഷിക്കുകയോ ചെയ്യാത്ത ഒരാളാണ്. എന്നെ കണക്ക് ഒരാൾ പാർലമെന്റ് അംഗമായി തീരുന്നതും ഇടുക്കിയിലെ ജനതയുടെ അതിജീവനത്തിന് വേണ്ടിയുള്ള വല്ലാത്ത അവരുടെ ആഗ്രഹത്തിൻ്റെ ഒരു പ്രതിഫലനമാണ്. ഞാനൊരു നിയോഗം മാത്രമാണ്. ഏഷ്യാനെറ്റ് ഉൾപ്പെടെയുള്ള പ്രമുഖ മലയാളം ചാനലുകൾ ആദ്യമായി യൂറോപ്പിലെത്തിച്ച് യൂറോപ്പിലെ ഏറ്റവും അധികം പ്രേക്ഷകരുള്ള പ്രാദേശിക TV ചാനൽ ആനന്ദ് TV. 14 വർഷത്തെ സേവന പാരമ്പര്യവുമായി യൂറോപ്പിലെ അംഗീകൃത മലയാളം ചാനൽ ഡിസ്ട്രിബ്യൂട്ടർ ആനന്ദ് മീഡിയ. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് TV, ഇറ്റ്സ് യുവർ കംപ്ലീറ്റ് എന്റർടൈൻമെന്റ് പാർട്ട്ണർ.
ഞാൻ പ്രോപ്പർ ഇടുക്കിക്കാരനല്ല, ഞാൻ അയർക്കുന്നത്തുള്ള ആളാണ്. ഓക്കെ. പക്ഷേ എൻ്റെ ഭാര്യ വീട് ഇടുക്കിയിലാണ്, ചേലച്ചൂരിനടുത്ത് ചുരുളി എന്ന് പറയും. കേരളം നമ്മൾ വിട്ട് കഴിയുമ്പോഴാണ് നമുക്ക് മലയാളി എന്നൊരു വികാരം ഉണ്ടാകും. ഓക്കെ. ആ മലയാളി എന്നൊരു വികാരം നമ്മൾ ഓരോ ലോക്കലിൽ താമസിച്ച് കഴിയുമ്പോഴത്തേക്കും പ്രവാസിയിൽ നിന്ന് നമുക്ക് നമ്മുടെ സൗഹൃദങ്ങളെ കണ്ടെത്താനും നമ്മളുടെ ബന്ധങ്ങളെ ഒന്നുകൂടി ഒന്ന് പുനരുജ്ജീവിപ്പിക്കാനുള്ള ഒരു ആർജവം നമ്മളിലുണ്ടാവും. അപ്പം ഇതുപോലെയുള്ള പ്രാദേശിക സംഗമങ്ങളിൽ നമുക്ക് നമ്മുടെ സുഹൃത്തുക്കളെ കണ്ടെത്താനും അവരുമായിട്ട് സംഗമിക്കാനും, പ്രത്യേകിച്ച് കഷ്ടപ്പാടുകളിലൂടെ വളർന്നു വന്ന ഒരു തലമുറ എന്ന നിലയ്ക്ക് മറ്റുള്ളവരുടെ കഷ്ടപ്പാടുകൾ അറിഞ്ഞ് അവരെ സഹായിക്കുവാനും നമുക്ക് സാധിക്കും. ഇടുക്കി സംഗമത്തിൽ അതിൻ്റെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ കഴിഞ്ഞ ഒരു 6 വർഷത്തിനിടയ്ക്കായിട്ട് 16 ലക്ഷം രൂപയ്ക്ക് മുകളിൽ കഷ്ടപ്പാട് അനുഭവിക്കുന്നവർക്ക് ഒരു സഹായമായിട്ട് സ്വരൂപിച്ചു കൊടുക്കുവാൻ ഇപ്പോൾ ഈ റോയിയുടെയൊക്കെ നേതൃത്വത്തിലുള്ളതും അല്ലാത്തതുമായ പല കമ്മിറ്റികൾക്ക് കഴിഞ്ഞത് ഞാൻ ഈ പറഞ്ഞ കഷ്ടപ്പാടറിഞ്ഞു വന്ന ഒരു തലമുറയുടെ സഹായ മനസ്ഥിതിയുടെ പ്രതിഫലനമാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രാദേശിക സംഗമങ്ങൾ, ഞാനിവിടുത്തെ ഏറ്റവും വലിയ UK ഏറ്റവും വലിയ മലയാളി സംഘടനയുടെ ആദ്യ സെക്രട്ടറിയും പിന്നീട് സെക്രട്ടറിയും ഇപ്പോഴും നാഷണൽ PRO ആയിട്ടിരിക്കുന്ന വ്യക്തിയാണ് യുക്മയുടെ. ഓക്കെ. അതുകൊണ്ട് തന്നെ എനിക്കറിയാം പ്രാദേശിക അസോസിയേഷനുകളെ പറ്റിയും അവരുടെ പ്രവർത്തനങ്ങളെ പറ്റിയും ഇതുപോലത്തെ പ്രാദേശിക സംഗമങ്ങളെ പറ്റിയും എനിക്ക് വ്യക്തമായിട്ട് അറിയാം. ഓക്കെ. ഇതുപോലെയുള്ള സംഗമങ്ങളെ നമ്മൾ എത്രമേലും പ്രോത്സാഹിപ്പിക്കണമെന്നും ഇടുക്കി സംഗമത്തിൽ വന്നു കഴിഞ്ഞിട്ട് ഇവിടുത്തെ ഒരു ഏറ്റവും വലിയൊരു കൂട്ടായ്മയുടെ ഞാൻ ആദ്യമായിട്ട് പങ്കെടുക്കുന്നതാണ്. വളരെയേറെ ഐ അപ്രീഷിയേറ്റ് യു ഓൾ, യു ആർ ഡൂയിങ് വെരി വെൽ. താങ്ക് യു. പക്ഷേ ഒരു കാര്യം ചോദിച്ചോട്ടെ, താങ്കളിപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടുത്തെ മറ്റ് വലിയ സംഘടനകളുടെ ഉയരങ്ങളിൽ ഇരുന്ന വ്യക്തി എന്നുള്ള നിലയിൽ അത്തരം സംഘടനകളും ഒരു പ്രാദേശിക സംഘടനയൊന്നും അല്ലല്ലോ, അത് ജനറലായിട്ടുള്ള സംഘടനകളാണ്. അതും ഇത്തരത്തിലുള്ള സംഘടനകളുമായിട്ടുള്ള വ്യത്യാസം എന്താണ്? ഇടുക്കി ജില്ലാ സംഗമം എന്ന് നമ്മൾ പറയുന്നതും യുക്മ എന്ന് പറയുന്നതും നമ്മളൊരു വ്യത്യാസം ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, യുക്മയിൽ ഇന്ന് അംഗമായിരിക്കുന്ന 115 പ്രാദേശിക സംഘടനകളാണ്. ഇപ്പോൾ കോൾച്ചസ്റ്റർ മുതൽ സ്റ്റോക്കോൺവെൻറ്റ് മുതൽ ഇവിടുത്തെ ബർമിംഗ്ഹാം മുതലുള്ള എല്ലാ സംഘടനകളും ഉണ്ടാകും. ഈ പ്രദേശത്ത് ഇപ്പം എൻ്റെ കോൾച്ചസ്റ്ററിൽ, ഞാനിപ്പോൾ താമസിക്കുന്ന സ്ഥലം കോൾച്ചസ്റ്ററാണ്, ഞങ്ങൾ ഏകദേശം ഒരു 35 ഫാമിലി അവിടെ ഉണ്ടാവുള്ളൂ. പക്ഷേ ഈ കോൾച്ചസ്റ്ററിലുള്ള ഈ 35 ഫാമിലി 30 സ്ഥലങ്ങളിൽ നിന്ന് വന്നവരായിരിക്കും. ഞാൻ കരുവള്ളൂരിൽ നിന്ന് വന്നതാണ്, ഞാൻ കോട്ടയത്ത് നിന്ന് വന്നതാണ്, ഞാൻ ഇടുക്കിയിൽ നിന്ന് വന്നതാണ്. അങ്ങനെ നമുക്ക് ആൾക്കാരെ പരിചയപ്പെടാൻ കഴിയുള്ളൂ. പക്ഷേ ഇവിടെ വന്നു കഴിയുമ്പോഴത്തേക്കും തൊടുപുഴയിൽ നിന്ന് വന്നതാണ്, ഞാൻ ഇടുക്കിയിലുള്ളതാണ്, അല്ലെങ്കിൽ എടാ ഞാൻ കരിങ്കുന്നംകാരനാണ് എന്ന് പറയുമ്പോഴത്തേക്കുള്ള ആ ഒരു സന്തോഷവും ആ ഒരു സ്നേഹവും അത് കാരണം ആ ഒരിത് ഈ ലോക്കൽ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു പ്രാദേശിക സംഗമങ്ങളിൽ മാത്രമേ നമുക്ക് കാണാൻ കഴിയുള്ളൂ. മറ്റൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടെ കളിച്ച് വളർന്നവരെ കാണുമ്പോഴത്തേക്കുള്ള ഒരു സന്തോഷവും നമ്മൾ ദൂരസ്ഥലങ്ങളിൽ നിന്നുള്ള വേറൊരു സ്നേഹിതനെ കാണുന്നതിൻ്റെ സന്തോഷം നമുക്ക് വളരെ വ്യത്യാസമുണ്ട്. സ്കോട്ട്ലൻഡിൽ നിന്നാണ് വരുന്നത്, സ്കോട്ട്ലൻഡിലെ അബർദീനിന്നാണ് വരുന്നത്. അവിടെ നിന്ന് ഇവിടെ വന്നിരിക്കുകയാണ് ഇതിൽ പങ്കെടുക്കാൻ വേണ്ടി. അതല്ല, തന്നെയല്ല, ഈ വർഷത്തെ ഈ 2016-17 ഇടുക്കിയിലെ സംഗമത്തിൻ്റെ വൺ ഓഫ് ദ ജോയിൻറ്റ് കൺവീനറാണ്. ശരി. എന്നെ കൂടുതലായിട്ട്, അതായത് ഇടുക്കിയിലെ സംഗമത്തിലേക്ക് എന്നെ കൂടുതലായിട്ട് ആകർഷിച്ചതെന്ന് വെച്ചാൽ ഇടുക്കിയിലെ സംഗമം ഓരോ വർഷവും ചെയ്തു വരുന്ന ചാരിറ്റി പ്രവർത്തനങ്ങളാണ്. അപ്പം മറ്റ് സംഘടന, ശ്രീകുമാർ ആദ്യം ചോദിച്ചൊരു ക്വസ്റ്റിന്, മറ്റ് സംഘടനകളിൽ നിന്ന് എന്താണ് ഇടുക്കിയിലെ സംഗമത്തിൽ വ്യത്യാസം എന്ന് പറയുന്നത്, മറ്റ് സംഘടനകൾ എന്ന് പറയുന്നത് സാധാരണ പ്രാദേശിക സംഘടനകൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ they actually promoting the culture and heritage of Kerala. But the difference with the Idikila Sangam is actually our aim, the main aim or objective of the Idikila Sangam is to work with the less fortunate people in the world, especially the people in Idiki district. അപ്പം നമുക്ക് യുക്കെയിലായിരിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെയുള്ള നമ്മുടെ നാട്ടിലുള്ള നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഇപ്പം മിക്കവാറും ആൾക്കാരെല്ലാം അവരുടെ പ്രാദേശിക സംഘടനകൾ വഴിയൊക്കെ ആയിട്ട് പല രീതിയിലുള്ള ചാരിറ്റി ആക്ടിവിറ്റീസ് എല്ലാം ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മുടെ ഇടുക്കിയിലെ സംഗമം എന്ന് പറയുന്ന വലിയൊരു ബാനറിൻ്റെ കീഴിൽ, വലിയൊരു കുടക്കീഴിൽ നമ്മൾ ചെയ്യുമ്പോൾ നമുക്കൊരു നല്ല രീതിയിലുള്ള എന്തെങ്കിലും പ്രവർത്തനങ്ങൾ നമുക്ക് കാഴ്ചവെക്കാൻ പറ്റും. അപ്പം അതാണ് ഇടുക്കിയിലെ സംഘത്തിൽ എന്നെ ആക്ച്വലി ഇടുക്കിയിലെ സംഘത്തിലേക്ക് ആകർഷിച്ച മെയിൻ ഒരു ഇത് സംഭവമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ദൂരം സ്കോട്ട്ലൻഡിൽ നിന്ന് തന്നെ ഞങ്ങൾ വരുന്നത്. അപ്പം അതാണ് മെയിനായിട്ട് ഇടുക്കിയിലെ സംഘത്തിൽ. അല്ല, താങ്കളുടെ ഈ ആവേശം എന്ന് പറയുന്നത് ഇപ്പം നേരത്തെ ചാരിറ്റിയാണ് എല്ലാവരും പ്രധാനമായിട്ട് പറയുന്നെങ്കിലും ഇപ്പോൾ ഇവിടെ നിന്ന് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലാവുന്ന അവിടെ കുറേ കഷ്ടപ്പാടുകൾ അനുഭവിച്ചിട്ടുള്ള കുറേ ഒരു ഗ്രൂപ്പാണെന്നും അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ താമസിച്ചുകൊണ്ടിരിക്കുന്ന വീട് എൻ്റേതാണോ എന്ന് അറിയാൻ വയ്യാത്തൊരവസ്ഥയുള്ള ഒരുപാട് ആൾക്കാരുണ്ടെന്ന് പറയുന്നത്. അത്തരം കാര്യങ്ങളിൽ നിങ്ങൾക്ക് എങ്ങനെ ഇൻവോൾവ് ചെയ്യാൻ പറ്റും? കുറേ വർഷങ്ങളായിട്ട് ഇടുക്കിയിലെ ഓരോ ഫാമിലിയും, അതായത് ഓരോ വ്യക്തിയും ഫേസ് ചെയ്യുന്ന ഒരു ഫാക്റ്റാണത്. അതായത്
ഈ പറഞ്ഞ പോലെ നമ്മുടെ MP പറഞ്ഞ പോലെ തന്നെ വൻകിട കയ്യേറ്റങ്ങൾ നടക്കുകയും ചില വൻകിട കയ്യേറ്റങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ അതേസമയം കയ്യേറ്റങ്ങൾ വർഷങ്ങളായി നമ്മൾ താമസിക്കുന്ന നമ്മുടെ ഭൂമിയിൽ നമുക്കൊരു ബിൽഡിംഗ് പെർമിറ്റ് അല്ലെങ്കിൽ ഒരു വീട് വെക്കാൻ വേണ്ടി നമുക്കൊരു ബിൽഡിംഗ് പെർമിറ്റ് കൊണ്ട് ചെല്ലുമ്പോഴത്തേനും മറ്റു പല കാര്യങ്ങളും നമുക്ക് പെർമിറ്റ് ഇല്ലാതെ ചെയ്യുന്ന ഒരു ബ്യൂറോക്രസിയുടെ ഒരു പ്രശ്നങ്ങളും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം വളരെയധികം ഉണ്ട് ഈ പറഞ്ഞ പോലെ. പക്ഷേ ഇത് പൊതുജനം പബ്ലിക് അറിയുന്നത് ഇപ്പോൾ അവിടെ ഉള്ള ആൾക്കാരുടെ കാര്യമല്ല പറയുന്നത്. പുറത്തുള്ള ആൾക്കാർ മനസ്സിലാക്കുന്നത് അവിടെ വെറുതെ കയ്യേറ്റമാണ് നടക്കുന്നതെന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡാണുള്ളത്. എന്തൊക്കെയോ വലിയ 20 നില 25 നില കെട്ടിടങ്ങൾ കെട്ടുകയും ഞാൻ കണ്ടില്ല എന്ന് പറയുന്നൊരവസ്ഥയുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് അതിൽ നിന്ന് പോകുമ്പോൾ ഞങ്ങൾക്ക് നല്ല കാണാം അവിടെ വലിയ വലിയ കെട്ടിടങ്ങൾ നിൽക്കുന്നു എന്ന് പറയുന്നൊരവസ്ഥയുണ്ടല്ലോ. അപ്പോൾ ഇത്തരം യഥാർത്ഥമായിട്ടുള്ള പ്രശ്നങ്ങൾ ആരും ഇടപെടുന്നില്ല എന്നുള്ളതാണ് താങ്കൾ പറയുന്നത് അല്ലേ? അല്ല, അത് നമ്മുടെ പൊതുവെ ഒരു ട്രെൻഡ്, നമ്മുടെ കേരളത്തിൻ്റെ ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞാൽ ഇൻഡസ്ട്രിയലൈസേഷനാണ്. നമ്മളെല്ലാ ഇപ്പം നമ്മുടെ കൊച്ചി നോക്കുകയാണെങ്കിൽ വലിയ വലിയ ടൗണുകളായി പോകുന്നത്. അപ്പോൾ നമ്മളിപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് നമുക്ക് എന്താ ഇങ്ങനെയുള്ള വലിയ വലിയ കാര്യങ്ങൾക്ക്. അപ്പോൾ ഇടുക്കിയെ സംബന്ധിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ അവിടെ ഒരു കയ്യേറ്റമാണ്. അവിടെ ഇങ്ങനെ ഒത്തിരി ഏക്കർ സ്ഥലങ്ങൾ കയ്യേറിയാണ്. പരിസ്ഥിതിയുടെ സന്തുലിതാവസ്ഥ നഷ്ടപ്പെടുത്തി അവിടെയുള്ള ആൾക്കാർ കെട്ടിടങ്ങൾ വെക്കുന്നു, വീടുകൾ വെക്കുന്നു. പക്ഷെ അങ്ങനെയൊന്നും അല്ല ആക്ച്വലി. കാരണം ഇടുക്കിയിലെ ഞങ്ങളെ സംബന്ധിച്ച് ഞാനൊക്കെ ഇടുക്കി ജനിച്ചുള്ള ആൾക്കാർ ഞങ്ങൾ വളരെയധികം കഷ്ടപ്പെട്ട് ഇപ്പം നല്ല പട്ടയുള്ള ഭൂമിയാണ്, പട്ടമില്ലാത്ത ഭൂമികളുണ്ട്, കുത്തകപ്പാട്ടങ്ങളുണ്ട്, സ്ഥിരീച്ചറിവുകൾ, ഏലം കർഷക മേഖല, അങ്ങനെയുള്ള പല രീതിയിലുള്ള മേഖലകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അവിടെ നമുക്ക് നമ്മൾ നട്ടുവളർത്തിയ മരങ്ങൾ പോലും നമുക്ക് വെട്ടാൻ വല്ല സിറ്റുവേഷൻ വരെയുണ്ട്. പിന്നെ ഇതിനെക്കുറിച്ച് കൂടുതലായി എനിക്കറിയില്ല. കാരണം ഞാൻ ആക്ച്വലി കർഷക കുടുംബത്തിൽ നിന്ന് വന്നതാണ്. പക്ഷേ ഞാൻ കർഷകനല്ല, അല്ല എനിക്കറിയില്ല. അതുകൊണ്ട് ഓക്കെ അത്തരം പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതാണ്. ഏതായാലും ഈ കൂട്ടായ്മയിൽ വരുമ്പോൾ അത്തരം കാര്യങ്ങൾ തമ്മിൽ സംസാരിക്കാനുള്ള അവസരം കിട്ടുന്നുണ്ട്. അതെ, അതായത് നമ്മുടെ കൂടുതൽ പഠിച്ച ആൾക്കാർ, നമ്മുടെ ഏരിയയിലുള്ള ആൾക്കാർ, ഞാൻ കട്ടപ്പനയിൽ നിന്ന് വരുന്ന ആളാണ്. കട്ടപ്പനയിലുള്ള വളരെയധികം ആൾക്കാർ നമുക്ക് കാണുവാനും അവരോട് സംസാരിക്കുവാനും നമ്മുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ നമുക്ക് പറ്റി. അതിൻ്റെ ഒരു വലിയ കാര്യമാണ്. ഇത്രയും ആൾക്കാർ നമ്മുടെ ഇടുക്കിയിൽ നിന്ന് UK ഉണ്ടെന്നുള്ള കാര്യം പോലും നമുക്കറിയില്ല. അല്ല, അപ്പം അതാണ് അതിൻ്റെ വലിയൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ കൺട്രിക്ക്, നമ്മുടെ ജില്ലയ്ക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുകയും അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് വളരെയധികം സൗഹൃദ ബന്ധം എല്ലാവരോട് സ്ഥാപിക്കാൻ നമുക്ക് സാധിക്കുകയും ചെയ്തു എന്നുള്ളത് ഇടുക്കിയിലെ സംഘത്തിൻ്റെ വിജയം തന്നെയാണ്. ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നില്ല. ഇതിൻ്റെ അടുത്ത ഭാഗം അടുത്തയാഴ്ച ഇതേ സമയം കാണാവുന്നതാണ്.